ഞങ്ങള് അധികാരത്തില് 400 സീറ്റ് പ്ലസ് അധികാരത്തിൽ വന്നാൽ മതേതരത്തെ ഞങ്ങൾ ഡിലീറ്റ് ചെയ്യും. അത് പിന്നെ വേണ്ട. ആ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് പ്രതിപക്ഷ നേതാക്കളെ ജയിലിലടച്ചും കണ്ട് ഇന്ദിരാഗാന്ധി കോയമാർക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയ മതേതരത്വം ഉണ്ടല്ലോ, അങ്ങനെ കോയ മതേതരത്വം ഇവിടെ വേണ്ട. ഇവിടെ എല്ലാവർക്കും ഒറ്റ നിയമം മതി. ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും ഓരോ നിയമത്തിലും എല്ലാവരും പോയാൽ മതി. അതായത് അമിത്ഷാ 370 വകുപ്പ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ അമിത്ഷാ പട്ടാള മേധാവിയായിട്ട് രാവിലത്തെ ചായ കുടിച്ചിട്ട് ഇതിന്റെ ഡിസ്കഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിശ്ചയിക്കും. അപ്പൊ ഇവർ രണ്ടുപേരും കൂടിയും രാവിലെ ചായ കുടിച്ചും കൊണ്ട് അമിത്ഷാ പട്ടാള മേധാവിനോട് ചോദിക്കും, 370 വകുപ്പ് എടുത്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. എന്തായിരിക്കും കാശ്മീരിലെ അവസ്ഥ? കാശ്മീരിന്റെ പൾസ് വെച്ചിട്ട് കാശ്മീരിൽ എന്ത് നടക്കും? നമുക്ക് അതിന്റെ മുൻകരുതലുകൾ എന്തൊക്കെ എടുക്കണമെന്നുള്ളത്. ഇപ്പൊ നമ്മുടെ കരസേനാ മേധാവി പറയും, കാശ്മീരിന്റെ പൾസ് അനുസരിച്ചിട്ട്, പാകിസ്ഥാന്റെ ധൈര്യം അനുസരിച്ചിട്ട്, ജിഹാദികളുടെ സ്വഭാവം അനുസരിച്ചിട്ട്, ഇന്ത്യൻ മിലിറ്ററിയുടെ കരുത്തനുസരിച്ചിട്ട്, ഭരണകൂടത്തിന്റെ ഇച്ഛയ്ക്കനുസരിച്ചിട്ട് ഞാനൊരു കാര്യം പറയണം, കാശ്മീരിൽ ഒരു പുൽക്കൊടി പോലും ഇളവൂല. 370 വകുപ്പ് കൊണ്ടുവന്നാൽ ഒരു പുൽക്കൊടി പോലും ഇളകൂല എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു എന്ന് പറയുന്നു. പട്ടാള മേധാവി അമിത്ഷാക്ക് കൊടുത്തിട്ടുള്ള ഉറപ്പാ. ഇന്ത്യൻ മിലിറ്ററിയുടെ കോൺഫിഡന്റ് നിങ്ങൾ നോക്കണം. ഈ ലോകം മുഴുവൻ മുഖം മൂടിയിട്ടാണ്ട് വിറപ്പിക്കുന്ന ഈ ജിഹാദി പാകിസ്ഥാന്റെയും അതുപോലെ ഈ ഭീകരവാദ രാജ്യങ്ങളുടെയും സഹായത്തോട് കൂടിയിട്ട് കോൺഗ്രസ്സുകാരന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരന്റെയും മുസ്ലിം ലീഗുകാരന്റെയും SDPക്കാരന്റെയും സഹായത്തോട് കൂടിയിട്ടുള്ള ജിഹാദി ഈ 370 വകുപ്പിന്റെ അടിസ്ഥാനത്തിൽ അവിടെയുള്ള ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ബലാത്സംഗം ചെയ്ത് രസിച്ചിരുന്ന ഈ ജിഹാദി അനങ്ങൂല എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു എന്ന് പറഞ്ഞു. കാശ്മീരിൽ 370 വകുപ്പ് എടുത്ത് കണ്ട അമിത്ഷാ എടുത്ത് കടലിലേക്ക് വലിച്ചെറിഞ്ഞു. എന്തേ ഉണ്ടായോ അവിടെ? ജിഹാദി അനങ്ങിയോ? എന്ന ആപ്പിളിന് സ്റ്റിക്കർ ഒടിച്ചു കൊടുത്തിരിക്കുന്നുണ്ട്. ഇനി ഒരു കഥയും കൂടി ഞാൻ പറഞ്ഞില്ല. CAA ഇപ്പൊ നാസർബായിന്റെ ഭാഷ പറഞ്ഞാല് മൊയ്ലിയാന്മാരും എല്ലാ മൊയ്ലിയാന്മാരും കൂടി ഐക്യപ്പെട്ടിട്ട് മറ്റേ വെള്ളിയാഴ്ച അവർക്ക് പ്രകടനം നടത്തുക. പള്ളി വിട്ട് കഴിഞ്ഞാൽ ഒറ്റ പ്രകടനം RSSനെതിരെ. RSS തെണ്ടികളോട് പറഞ്ഞേക്കാം, 21 ഊരിയ കത്തി എറിഞ്ഞിട്ടില്ല അറബിക്കടലിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകടനം വിളിച്ച് അങ്ങനെ കോരിത്തരിക്കുന്ന ജിഹാദി. പക്ഷെ ഞങ്ങൾ സംഘികള് ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ CAA ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു പുൽക്കൊടി പോലും അനങ്ങൂല. ഞങ്ങള് 370 വകുപ്പ് എടുത്ത് കൊണ്ടുവന്നപ്പോ മുസ്ലിം ലീഗുകാരൻ പറഞ്ഞ റോട്ടുമില്ല ഇറങ്ങല്ലേ, കമ്മ്യൂണിസ്റ്റുകാരന് പ്രശ്നമില്ല, കോൺഗ്രസ്സുകാരന് പ്രശ്നമില്ല, SDPക്കാരന് ഭയമില്ലാതെ ജീവിക്കണം, ഭയത്തിൽ നിന്നും മോചനം, വിശപ്പിൽ നിന്നും മോചനം തന്നെ സ്റ്റിക്കർ ഒട്ടിച്ചടന്നു. മറ്റോ ആപ്പിളിന് സ്റ്റിക്കർ അപ്പോൾ ഒട്ടിച്ചു തിരിക്കുക. കാശ്മീരിൽ CAA നിയമം നിലവിൽ വന്നു. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞില്ല. സംഘികൾ പറഞ്ഞു, സംഘികളെ വാക്കാം, സംഘികൾ വെറും വാക്ക് പറയാറില്ല. ചെയ്യാൻ കഴിയണത് പറയാതെ ചെയ്യാന്നുള്ള ഞങ്ങളെ ചക പഠിപ്പിക്കുന്നു. ചെയ്യാൻ കഴിയണതേ നിങ്ങൾ പറയാൻ പാടുള്ളൂ, പക്ഷെ ചെയ്യാൻ പറഞ്ഞത് അത് നിങ്ങൾ ചെയ്യണം. സംഘികളായിട്ടുള്ള ഞങ്ങൾ പറയുന്നു, ഈ ഏകീകൃത സിവിൽ കോഡ് ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു പുൽക്കൊടി പോലും ഇവിടെ അനങ്ങൂല. അതിനു മാത്രം വലിയ ജിഹാദികളൊന്നും ഇന്ന് ഇവിടെ ഇന്ത്യയിലില്ല. മനസ്സിലായോ? RSSകാർ കൊണ്ടുവന്നിട്ടുള്ള ഒരു നിയമത്തിനെ എതിർത്ത് തോൽപ്പിച്ചിട്ട് ഇവിടെ നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കി, കുത്തിത്തിരിപ്പുണ്ടാക്കി, കലാപം ഉണ്ടാക്കിയിട്ട് ഞെളിഞ്ഞു നിന്ന് ഇളിച്ച് ചിരിക്കാൻ വേണ്ടിയിട്ട് ധൈര്യമുള്ള ഒരു ജിഹാദി ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിപ്പില്ല എന്ന് ഞങ്ങൾ സംഖ്യകൾ നിങ്ങൾക്ക് ഉറപ്പില്ല. ഫസീൽ ബായിക്ക് ഞങ്ങൾ ഉറപ്പാ, സംഖ്യകളെ ഉറപ്പാ. മനസ്സിലായോ? അങ്ങനത്തെ ജിഹാദി ഒന്നുമില്ല. ചാറ്റ് ബോക്സിൽ കുത്തിയൊന്നും കണ്ട് തെറി വിളിക്കുന്നതിന്റെ അപ്പുറത്തേക്കുള്ള ധൈര്യം ഒന്നും ജിഹാദിക്കില്ല. അതുകൊണ്ട് ചെയ്യും. അല്ല, സുപ്രഭാത് പറഞ്ഞത് വലിയ കാര്യമാണ്. സുപ്രഭാത് പറഞ്ഞത് വലിയ കാര്യമാണ്. നമുക്കൊരു എക്സാമ്പിൾ ആണ്. ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് AC റൂമിൽ കിടന്നിട്ട് അവിടെ പോയി വെട്ടടാ, ഇവിടെ പോയി കൊല്ലടാ, അവിടെ പോയി ബോംബിടടാ എന്ന് പറയാനേ ഇവരെ കൊണ്ട് കഴിയുള്ളൂ. ഈ ആർട്ടിക്കിൾ 370 നടന്നപ്പോ ഫസ്റ്റ് ചെയ്തത് ഇവരുടെ നേതാക്കളുടെയൊക്കെ ഹൗസ് അറസ്റ്റ് ചെയ്ത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ശാന്തമായിട്ട് സുന്ദരമായിട്ട് നടന്നു. ഇത് അല്ല എന്നുണ്ടെന്ന് നിങ്ങൾ ആർക്കെങ്കിലും തെളിയിച്ചു തരാൻ പറ്റും? ഇവർ ഹൗസ് അറസ്റ്റ് ചെയ്തത് കൊണ്ടാണ് ഇത് സുന്ദരമായിട്ട് ഈ സാധനം നടന്നത്, ഇംപ്ലിമെന്റ് ആയത് എന്നുള്ളത് നിങ്ങൾക്ക് ആരെങ്കിലും തെളിയിച്ചു തരാൻ പറ്റും? ഞങ്ങൾ സംഘികൾ ഒരു കാര്യം പറയാറുണ്ട്, ജിഹാദിസത്തെ ലോകത്തെ എങ്ങനെ നേരിടണം എന്നുള്ളത് സംഘികൾ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു. ഫസൽബായി കിടക്ക് കേട്ടിട്ടുണ്ടാവും ഈ ഡയലോഗ്, നാസർബായും കേട്ടിട്ടുണ്ടാവും, വൈക്കും കേട്ടിട്ടുണ്ടാവും, റോസ്മാനും ചിലപ്പോഴേ കേട്ടിട്ടുണ്ടാവും, എനിക്ക് ഉറപ്പില്ല.
പക്ഷെ ഞങ്ങളിത് വെറുതെ പറയുന്നതല്ല. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ വെറുതെ ഒരു കാര്യവും പറയാറില്ല. ഞങ്ങൾ ഒരു കാര്യം പറയണമെങ്കിൽ ഞങ്ങൾക്ക് അതിനനുസരിച്ചുള്ള സംവിധാനമുണ്ട്. ലോകത്തിൽ ജിഹാദികളെ എങ്ങനെ നേരിടണം എന്നുള്ളത് സംഘികൾ ലോകത്തിന് കാണിച്ചു കൊടുക്കും. ഇനി ഞങ്ങൾ ജൂതന്മാരും പഠിപ്പിച്ചു കൊടുക്കും എങ്ങനെയാണ് ഇവരെ നേരിടേണ്ടത് എന്നുള്ളത്. മനസ്സിലായോ? അതിന് മാത്രമുള്ള വലിയ ജിഹാദികളൊന്നും ഇന്നില്ല ഫസൽ ഭായ്. ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്നില്ല. കുറച്ച് ബോംബ് പൊട്ടിച്ച് അവിടെ ഇവിടെ ചാവും എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ ബിഗ് സീറോ ആണ് കഥ. മനസ്സിലായോ? ഭയങ്കര കോൺഗ്രസ് അധികാരത്തിൽ എങ്ങനെയും കോൺഗ്രസിനെ അധികാരത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഓരോ ജിഹാദിയും ഇതാക്കി കൊണ്ട് നിൽക്കുന്നത്. ഈ ജിഹാദികൾ അടിച്ചു വിടുന്ന ഇതേ രീതിയിലുള്ള നരേഷനുകൾ, കുത്തിത്തിരിപ്പുകൾ, പ്രതിപക്ഷം വേണം എന്നുള്ള ആ ഒരു നരേഷനിലാണ് ഈ പൗലോനൊക്കെ നേരത്തെ ഞാൻ തെറി വിളിച്ചില്ലേ, ഈ ജിഹാദിക്ക് കൊട പിടിക്കുന്നതിനുണ്ടാ. കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് ഈ ഇന്ത്യ മഹാരാജ്യത്തെ എതിർ വിഭാഗത്തിന്റെ ഒരു ശക്തമായ ശബ്ദം പോലും ഇല്ലായിരുന്നു. മാധ്യമങ്ങള് ഈ കുമ്പിട്ട് നിൽക്കാൻ പറഞ്ഞപ്പോൾ മുട്ടിലഴിഞ്ഞിട്ടുള്ള മാധ്യമങ്ങളായിരുന്നു കോൺഗ്രസിന്റെ ഭരണകാലത്ത് ഉണ്ടായിരുന്നു. അടിയന്തരാവസ്ഥ കാലത്തെ പീഡനങ്ങളുടെ കഥകള് RSSകാർ ഇന്നും പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് അവരോട് ഒരു സത്യം പറയണമെങ്കിൽ വിഷമം തോന്നും. അവർ വേറെ അധികം സംഘടനകൾ അവരെ അറിയപ്പെടുന്ന ആളുകളായിട്ടെങ്കിലും മാറിയിട്ടുണ്ടാവും. ഇന്നലെ രാജ്നാഥ് സിംഗ് പറഞ്ഞിട്ടുണ്ടോ, സ്വന്തം അമ്മയുടെ അന്ത്യകർമ്മങ്ങൾ പോലും ചെയ്യാൻ അനുവദിക്കാതെ അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിലിട്ട ആളുകളാണ് ഇന്ന് സ്വേച്ഛാധിപത്യം എന്ന് പറഞ്ഞ് കരയുന്നത് എന്നുള്ളത്. രാജ്നാഥ് സിംഗ് ഇന്നലെ പറഞ്ഞ സ്വന്തം അമ്മയുടെ മരിച്ചു കഴിഞ്ഞിട്ട് അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ പോലും കോൺഗ്രസ് ജാമ്യം കൊടുത്തില്ല. ചെയ്തിട്ടുള്ള ക്രൂരതകളാണിത്. കോൺഗ്രസ്സുകാർ ചെയ്തിട്ടുള്ള ക്രൂരതകളാണ്. ഈ കോൺഗ്രസ്സുകാർ അധികാരത്തിൽ കൊണ്ടുവരാമെന്ന് ജിഹാദി ചിന്തിക്കുന്നു. ഈ പൗലോനെ പോലുള്ള ഇതേമാതിരിയുള്ള ഈ ക്രിസ്ത്യാനികളും ചിന്തിക്കുന്നു. ഞങ്ങൾക്ക് ഇവർ രണ്ടാളും ഒറ്റ കെട്ട. ഇവരുടെ ഇടവകേനെ പറയുമ്പോൾ ഇവർക്ക് പ്രശ്നം, ഇവരുടെ പള്ളിയിലച്ചനെ പറയുമ്പോൾ ഇവർക്ക് പ്രശ്നം, ഇവരെ മറ്റുള്ളവർക്ക് പറയുമ്പോൾ പ്രശ്നം. പക്ഷെ ജിഹാദിക്ക് മാത്രമേ ഇവർ വോട്ട് ചെയ്യുള്ളൂ. എനിക്ക് കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന, ജിഹാദിക്ക് വോട്ട് ചെയ്യുന്ന എനിക്ക് ഒരേപോലെയാ. അറിയാം നിങ്ങൾക്ക്, ഞങ്ങൾക്ക് ഒരേപോലെ. ഞാൻ ഇതിന് മൊത്തത്തിൽ വിളിക്കുന്ന കാര്യം എന്താ വെച്ചാൽ ജിഹാദി മുന്നണി എന്നാണ്. ഈ തീവ്ര ഹിന്ദു എന്ന് പറഞ്ഞു നടക്കുന്ന കുറെ നായചാത്തന്മാരില്ലേ, ഇവര് കോൺഗ്രസിനെ വോട്ട് ചെയ്യുക. അറിയാം നിങ്ങൾക്ക്, ഈ ഹിന്ദു മഹാസഭ, സനാതൻ സംസ്ഥാൻ, ശിവസേന, ഹനുമാൻ സേന, വാനസേന, ഗുളിക സേന, അങ്ങനത്തെ കുറെ സേനകളൊക്കെ ഉണ്ടല്ലോ, ഇവരൊക്കെ കോൺഗ്രസിന് വേണ്ടിയിട്ട് വോട്ട് ചെയ്യുക. എന്തിനാണെന്നറിയോ? ഈ ജിഹാദികളെ എടുത്തുന്ന അച്ചാരം പറ്റി എച്ചിലടിക്കുന്ന ടീമാണ് ഇവര്. അതും ഞാൻ തന്നെ പറയും. അതിന് കൗണ്ടർ ചെയ്യാൻ കഴിവുള്ളവരും കൂടി കയറി വരും. ഞാൻ തെളിവ് സഹിതം ഞാൻ തരുന്നത്. അതും ഞാൻ തന്നെ പറയാറുണ്ട് ഇവിടുന്ന്. ഈ തീവ്ര ഹിന്ദു എന്നാണ് അവരാണ് ഇലക്ഷൻ വരുമ്പോൾ ചർച്ചിൽ കല്ലെടുത്തെറിയുക. പക്ഷെ മുസ്ലിം പള്ളിക്ക് ഒരു കല്ലെടുത്തെറിയൂല. അങ്ങനെ ഒരു എറിയാറില്ല. അങ്ങനെ അവരെ കൈ പൊന്തൂല. ചർച്ചിന് മാത്രമേ കല്ല് വീഴൂ. അതെന്താണെന്നറിയോ? ഒരു ഏറ് കിട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഏറ് കിട്ടിയവർക്കും ഗുണമാണ്, എറിഞ്ഞവർക്കും ഗുണമാണ്. RSSകാർക്ക് ഇവിടെ 4 പള്ളിക്ക് കല്ലെടുത്തിട്ട് വോട്ടുണ്ടാക്കേണ്ട ഗതികേടൊന്നും ഇവിടെ ഇന്നില്ല. മനസ്സിലായോ? ഇന്ന് അങ്ങനത്തെ ഒരു ഗതികേടും ഇല്ല. പിന്നെ ഞങ്ങൾക്ക് ഏറ് കിട്ടിയേ എന്നാണ് പുറത്തുനിന്ന് പൈസയും വരുത്തിച്ച് തിന്ന, മറ്റവന് എറിഞ്ഞിട്ട് RSSകാരനാന്ന് പറഞ്ഞുകൊണ്ട് ഓന് വോട്ടും വാങ്ങി തിന്ന. ഇത് ഏറ് കുടിക്കും. ഞങ്ങൾക്ക് ഇതിൽ ലാഭമൊന്നുമില്ല. ഞങ്ങൾക്ക് നഷ്ടക്കച്ചവടാ. ഞങ്ങൾ പറയും ഞങ്ങളല്ല ചെയ്തതെന്ന് പറയുമ്പോഴത്തേക്ക് സംഘിക്ക് മെമ്പർഷിപ്പ് ഉണ്ടോ? ഞാൻ ഇന്നലെ ഇവിടെ ഒരുത്തം വന്നിനി, മെമ്പർഷിപ്പ് ഉണ്ടോ, അനക്ക് മെമ്പർഷിപ്പ് ഉണ്ടോ RSS എന്ന് വെച്ചാൽ ഞാൻ എന്നെ മുട്ട മുറിച്ചതിന് അനക്ക് എൻ്റെ അടുത്ത് തെളിവുണ്ടോ ചോദിച്ചാൽ അവനോട്. അവൻ ചൂടായി എന്നോട്. ഈ ഉണ്ടെങ്കിൽ അത് തെളിയിക്കും. ഓന് ഞാൻ എന്റെ മെമ്പർഷിപ്പ് DP ആക്കിയിടാൻ പറഞ്ഞവനോട് എന്നെ മുട്ട മുറിച്ചതിന് ഇവിടെ DP ആക്കിയിട്ട് പറഞ്ഞു. അവൻ പോയി ഡീസന്റ് ആയിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അതാണ് ഇവരെ കഥ. മനസ്സിലായോ? അപ്പൊ ഈ തീവ്ര ഹിന്ദു എന്ന് പറഞ്ഞ ആളുകളെ കൂട്ടത്തില്, ഇതേമാതിരി ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടുള്ള ആളുകളെ കൂട്ടത്തില്, ഈ മറ്റുള്ള ആളുകളുടെ കൂട്ടത്തിലൊക്കെ ഇങ്ങനത്തെ ഈ കോൺഗ്രസിന് വോട്ടുണ്ടാക്കാൻ നടക്കുന്ന ഈ എക്കോസിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് എച്ചിൽ വാങ്ങി അടിക്കുന്ന ആളുകളുണ്ട് മാധ്യമങ്ങളുടെ കൂട്ടത്തില്. മറുനാടൻ സാജൻ അടക്കമുള്ള ആളുകൾ കറപ്റ്റഡ് ആയി പോയി. ഇപ്പം ഇലക്ഷൻ വന്ന സമയത്ത് കോൺഗ്രസിന് വേണ്ടിയിട്ട്, കേജ്രിവാളിന് വേണ്ടിയിട്ട്, ഈ ഇന്ത്യക്ക് വില പറയുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഇവര് ബാറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. പ്രതിപക്ഷം വേണ്ടെന്നാ ചോദ്യം. പ്രതിപക്ഷം ഭയങ്കര പ്രതിപക്ഷല്ലേ? ഈ പ്രതിപക്ഷത്തിൽ കോൺഗ്രസിനെ പ്രതിപക്ഷത്തിൽ വന്നിട്ട് കോൺഗ്രസ് എന്ത് മണ്ണാങ്കട്ടയാക്കാണ് അവിടെ? എന്തേ ആക്കുന്നത്? നിങ്ങൾ സുപ്രീം കോടതി കൊണ്ടുപോയിട്ട് എത്രയോ കേസുകൾ നരേന്ദ്രമോദിക്കെതിരെ കൊടുത്ത്, ഒരു കേസ് വിജയിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രതിപക്ഷത്തിരിക്കാനുള്ള യോഗ്യത തരേരി. ഏതെങ്കിലും ഒരു കേസ് നിങ്ങൾ വിജയിച്ചു വന്നു കഴിഞ്ഞാൽ
പൗലോ പറയാ കോൺഗ്രസാ നല്ലതെന്ന്, വേറെ ഏതോ ഒരു നായിച്ചാത്തണ്ടോ ഓൻ പറയാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാ നല്ലതെന്ന്. ഇവർ രണ്ടാളും പ്രതിപക്ഷത്തിൽ ഇതാ നല്ലതെന്നാണ് കണ്ട് ഞങ്ങളെ മുന്നിൽ നടി സംഖ്യകളെ മുന്നിൽ. ഞങ്ങൾക്ക് ഇത് രണ്ടും ഒറ്റക്കെട്ടാ. കിണ്ടി മുന്നണി എന്ന് പറയാം, കിണ്ടി മുന്നണി. മനസ്സിലായി? ഇന്ത്യ മുന്നണി എന്നൊന്നും പറയാൻ പറ്റില്ല. ഇന്ത്യന്റെ പേരൊന്നും ഇവരെ കൂട്ടത്തിൽ കൂട്ടാൻ വേണ്ടി പറ്റില്ല. അതും കോടതിയിൽ കേസ് ഉണ്ട്, അതും ഇപ്പൊ അടുത്ത് വരും. ഇന്ത്യന്റെ പേരിട്ട് ചേർക്കുക, ഇതേ രീതിയിലേക്കാണ് പരിപാടി ചെയ്തും കൊണ്ടിരിക്കുന്നത്. ഭാരത് ജോഡോ യാത്ര എന്ന് പറയുന്ന ഭാരതം ഇല്ല എന്നും പറയാം. ഭാരത് ജോഡോ യാത്ര നടത്തിയിട്ട് പറയാം ഭാരതം എന്ന് പറഞ്ഞ ഒന്നും ഇല്ലല്ലോ. ജിഹാദിനെ പ്രീണിപ്പിക്കാൻ പറയുന്ന. അതിന് മുന്നേ ഊപ്പര് നടന്നു നിന്നിട്ടുള്ളൂ. ഭാരത് ജോഡോ യാത്ര ഉണ്ട്, നടന്നു വന്നിട്ട് ഊപ്പര് പറയാം ഭാരതം എന്ന് പറഞ്ഞ ഒന്നും ഇല്ല. ഇതേ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ട് നിൽക്കുന്നത്.